ഹലോ ഫ്രണ്ട്സ്, അപ്പം നമുക്കിന്നൊരു സിനിമ കാണാൻ പോയാലോ? അപ്പം ഞങ്ങളൊക്കെ ഇതാ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. സിനിമ ഏതാണെന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ഇവിടെ ചെറുതായിട്ട് പുട്ടിയൊക്കെ ഇടുന്നുണ്ട്, പൗഡർ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അവിടെ അപ്പുറത്തൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ ആദും നന്ദു ഇത് അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ റെഡി ആവാൻ വിളിച്ചിട്ട് അവർ ഫോൺ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ കുറേ നേരം വിളിച്ചു വന്നില്ല. പിന്നെ അതാ വിധു അതേപോലെ അവിടെ തെറ്റിയിരിക്കുന്നുണ്ട്. പക്ഷേ അവനോട് സിനിമ കാണാനാണ് പറഞ്ഞപ്പോൾ അവൻ വേഗം വന്നു കേട്ടോ. അവന് പുറത്ത് പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വേഗം അവൻ റെഡിയാവാൻ വേഗം നീച്ച് വരികയാണ്. അപ്പോൾ ഞങ്ങളൊക്കെ വാതിലൊക്കെ പൂട്ടി പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് സിനിമ കാണാൻ പോകുമ്പോൾ. ആദ്യമൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്. ഞങ്ങൾ 6 മണിയുടെ ഷോനാണ് കേട്ടോ പോണത്. അപ്പോൾ ഞങ്ങൾ നടന്ന് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ അടുത്തുള്ളൊരു തിയേറ്ററാണ്. കാർത്തികയിൽ എടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഞങ്ങൾക്ക് ടിക്കറ്റ് കാർത്തികയിൽ കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ ശ്രീകുമാറിലാണ് പോണത്. അപ്പോൾ ഞങ്ങൾ ഇതാ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് നമ്മുടെ തിയേറ്ററിൻ്റെ മുന്നിലെത്തി. ഞങ്ങളൊക്കെ ഇങ്ങനെ സിനിമയ്ക്ക് കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ കയറുകയാണ്. അപ്പോൾ നമ്മൾ ഏത് സിനിമയാണ് കാണാൻ പോകുന്നത് പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ ആവേശം കാണാൻ പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ടിക്കറ്റ് കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ എന്നാൽ വർഷങ്ങൾക്ക് ശേഷം കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ ഞങ്ങൾ തിയേറ്ററിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. സിനിമയ്ക്ക് അടിപൊളി റിവ്യൂ ഒക്കെയാണ് കണ്ടത്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയുണ്ട് സിനിമ എന്നൊക്കെ. അപ്പോൾ ഞങ്ങൾ ഇതാ എന്താ പറയുക, തിയേറ്ററിലൊക്കെ കയറി എല്ലാവരും സീറ്റൊക്കെ സെറ്റായി എല്ലാവരും സിനിമ കാണാൻ റെഡി ആയിട്ട് ഇരിക്കുകയാണ്. നമ്മളെ സിനിമ അതാ തുടങ്ങാൻ പോവാണ്. നമുക്കിനി എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കാം. സിനിമ അതാ തുടങ്ങുകയാണ്. ഇതാ അപ്പോൾ ഇൻ്റർവെല്ലൊക്കെ ആയിട്ടോ. അപ്പോൾ പക്ഷേ ഈ ഒരു സിനിമയിലൊരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ സിനിമയുടെ ടൈറ്റിൽ ഇൻ്റർവെല്ലിനായിരുന്നു അവർ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ ആ ഇൻ്റർവെല്ലൊക്കെ ആയപ്പോൾ ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുത്തു കേട്ടോ. അനു ഐസ്ക്രീം കൊണ്ടൊക്കെ വരുന്നുണ്ട്. ഞങ്ങളെല്ലാവരും എന്നിട്ട് ഐസ്ക്രീമൊക്കെ ഷെയർ ചെയ്തിട്ട് കഴിക്കാൻ തുടങ്ങി. അതാ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വിധുവിൻ്റെ കയ്യിൽ ഇത് ഐസ്ക്രീം കിട്ടിയിട്ടുണ്ട്. അവൻ ഐസ്ക്രീമൊക്കെ മണത്തൊക്കെ ഉണ്ട്. അടിപൊളിയാണെന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. മണം സൂപ്പർ മണമാണ് തോന്നുന്നു ഐസ്ക്രീമിന്. ഞങ്ങൾ ചോക്ലേറ്റാണ് കേട്ടോ വാങ്ങിയത്. അപ്പോൾ അതാ സിനിമയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. അടിപൊളി സിനിമയായിരുന്നു കേട്ടോ. റിവ്യൂ പോലെ തന്നെ അടിപൊളി സിനിമയായിരുന്നു. ഞങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവരും അടിപൊളിയാണെന്നാണ് പറയണത്. അപ്പോൾ ഞങ്ങൾ സിനിമയൊക്കെ കഴിഞ്ഞ് ഇതാ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുകയാണ്. നല്ല ആളുണ്ടായിരുന്നു കേട്ടോ സിനിമയിൽ. സിനിമയ്ക്ക് ഫുള്ളായിരുന്നു, സീറ്റൊക്കെ ഫുള്ളായിരുന്നു. അപ്പോൾ ഇതാ എല്ലാവരും പുറത്തൊക്കെ ഇറങ്ങി. നല്ല റിവ്യൂ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അമ്മയ്ക്കും അച്ഛനും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും കാണാൻ പറ്റിയ അടിപൊളി സിനിമയാണ്.